ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അനു രാജേഷ്. സെറ്റ് എക്സാം ഡേ ഇങ്ങ് അടുത്തെത്തി. ഓൾമോസ്റ്റ് സിലബസ് എല്ലാം കവർ ചെയ്തവരുണ്ടാകും, 50% ഒക്കെ കവർ ചെയ്തവരുണ്ടാവും. ഈവൻ സ്റ്റാർട്ട് ചെയ്തവരും, സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ചിലരെങ്കിലും, അല്ലെ? അപ്പൊ നിങ്ങൾക്കൊരു ആശങ്കയുണ്ടാകും, ഇനി ഈ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെ പഠിച്ച് സെറ്റ് നേടാം. എല്ലാവർക്കും അറിയാം, ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഈ സമയത്തിനുള്ളിൽ ഈ വാസ്റ്റ് ആയിട്ടുള്ള ബോട്ടണിയുടെ വാസ്റ്റ് സിലബസ് പഠിച്ചു തീർക്കാനുള്ള സമയം നമ്മുടെ മുൻപിലില്ല, ശരിയല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, പ്രയോറിറ്റി ബേസ്ഡ് ലേണിംഗ് ആണ് നമുക്ക് ആക്ച്വലി വേണ്ടത്. പ്രയോറിറ്റി ബേസ്ഡ് ലേണിംഗ്. എങ്ങനെയാണ് പ്രയോറിറ്റി ബേസ്ഡ് ലേണിംഗ് വരുന്നത്? നമ്മുടെ CC നിങ്ങൾക്കായി കൊണ്ടുവരുന്നത് പ്രയോറിറ്റി ബേസ്ഡ് ടീച്ചിങ് ആണ്. എങ്ങനെയാണെന്നല്ലേ? അതിനു മുൻപ് ഒരു കാര്യം പറയാം. CCയുടെ ആപ്പ് നിങ്ങൾ ഒരു തവണയെങ്കിലും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എങ്കിൽ എക്സ്പ്ലോർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോ ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഡൗൺലോഡ് ചെയ്യുക. ക്ലിയർ? അപ്പൊ നമ്മൾ പറഞ്ഞു പ്രയോറിറ്റി ബേസ്ഡ് ടീച്ചിങ് എങ്ങനെയാണെന്ന്. ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് പ്രയോറിറ്റി ബേസ്ഡ് ടീച്ചിങ് ആണ്. ഇപ്പൊ സെറ്റ് ബോട്ടണിയെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു 2016 മുതൽ 24 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തു വരുന്ന ടോപ്പിക്സ്, അല്ലെ? ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തു വരുന്ന ടോപ്പിക്സ് ജനറ്റിക്സ് തന്നെയാണ്. ഓക്കെ, അപ്പോ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ അനലൈസ് ചെയ്ത് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, റിപ്പീറ്റഡ് ടോപ്പിക്സ് ഏത് ഭാഗത്ത് നിന്നാണ്, ദെൻ സെക്കൻഡ് ആയിട്ട് വരുന്നത് എങ്ങനെയാണ്, അങ്ങനെ ദെൻ ലോ ലെവലിൽ ലോ റിപ്പീറ്റേഷൻ വരുന്ന ടോപ്പിക്സ്, അങ്ങനെ ടോപ്പിക്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പ്രയോറിറ്റി ബേസ്ഡ് ടീച്ചിങ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ CCയിൽ എന്താ പറയുക, ലൈവ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സുകൾ, നമുക്ക് ഈ സിലബസ് മൊത്തം കവർ ചെയ്തിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, ലൈവ് ക്ലാസ്സുകൾ. അപ്പൊ ഈ ലൈവ് ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് യൂസ് ചെയ്യാം. ആഴ്ചയിൽ 2 ലൈവ് ക്ലാസ്സുകളാണ് സബ്ജക്റ്റിന് വരുന്നത്. അതുപോലെ തന്നെ 2 ലൈവ് ക്ലാസ്സുകൾ നമുക്ക് ജനറൽ പേപ്പറിനും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം മെന്റർഷിപ്പ് തന്നെയാണ്, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടിനും നിങ്ങളുടെ കൂടെ ഒരു മെന്റർ കൂടെ ഉണ്ടാകും. പിന്നെ വീക്ക്ലി റിവൈസ് ചെയ്യാനായിട്ട് റിവിഷൻസ് എക്സാംസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടോട്ടലി പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ പഠിക്കാൻ റെഡിയാണല്ലോ, അല്ലെ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു സെറ്റ് ബോട്ടണിയുടെ കേസിൽ ഏറ്റവും ഹൈ പ്രയോറിറ്റി ബേസ്ഡ്, അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ജനറ്റിക്സ്. ഈ ജനറ്റിക്സിന്റെ ഈ ഭാഗങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല. നോക്കിക്കേ, ഏതൊക്കെ ടോപ്പിക്സ് ആണെന്ന് നോക്കിക്കേ. അതിന്റെ സബ് ടോപ്പിക്സ് വരുന്നത് DNA റിപ്ലിക്കേഷൻ. ഓക്കെ, ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും DNA റിപ്ലിക്കേഷൻ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം ഉണ്ടാകും. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ് ജനറ്റിക്സിലെ DNA റിപ്ലിക്കേഷൻ. ദെൻ ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ, ഓപ്പറോൺ കൺസെപ്റ്റ്, അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എന്ത്? ഓപ്പറോൺ കൺസെപ്റ്റ്. ദെൻ RNAs, അതുപോലെ തന്നെ ഹിസ്റ്റോൺസ് ആൻഡ് ക്രോമാറ്റിൻ, സെൽ സൈക്കിൾസ് ആൻഡ് ചെക്ക് പോയിന്റ്സ്, DNA റിപ്പയറിംഗ്, ട്രാൻസ്പോസോൺസ്, റീകോമ്പിനേഷൻ ആൻഡ് ലിങ്കേജ്, വെരി വെരി ഇമ്പോർട്ടന്റ്. റീകോമ്പിനേഷൻ ആൻഡ് ലിങ്കേജ്, ദെൻ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം. അപ്പൊ നിങ്ങളൊന്ന് നോക്കിയാൽ അറിയാം, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ ഈ സംഭവങ്ങൾ, ഈ ടോപ്പിക്സ് നിന്നും വരാത്ത ഒരു ചോദ്യം പോലും ഉണ്ടാവത്തില്ല. അത്ര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്സ് ഏത് തന്നെയാണ്? ജനറ്റിക്സ് തന്നെയാണ്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയുള്ള ടീച്ചിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതും. ഓക്കെ, ഇനി അടുത്തത് ഹൈ പ്രയോറിറ്റി നമ്മൾ പറഞ്ഞു. ദെൻ തൊട്ടടുത്ത പ്രയോറിറ്റി, മീഡിയം പ്രയോറിറ്റിയിൽ വരുന്നത് പ്ലാന്റ് ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രിയിൽ നിന്നാണ് ആക്ച്വലി വരുന്നത്. മോസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെ തന്നെയാണ്? ഫോട്ടോസിന്തസിസ്. ഇതില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. C3, അതുപോലെ തന്നെ C4, CAM പാത്വേ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഫോട്ടോ റെസ്പിറേഷൻ, പ്ലാന്റ് ഹോർമോൺസ്, എൻസൈം കൈനറ്റിക്സ്, റെസ്പിറേഷൻ ആൻഡ് ETC, നൈട്രജൻ മെറ്റാബോളിസം, ദെൻ വാട്ടർ റിലേഷൻ, സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ, സ്ട്രെസ് ഫിസിയോളജി, ദെൻ സെക്കൻഡറി മെറ്റാബോളൈറ്റ്സ്. ഇതെല്ലാം സിമ്പിൾ ആണ്. പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈസി ഒരു ടോപ്പിക്കാണ്, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സുകളാണ്.
നിലവിൽ. ദെൻ മൈക്രോബയോളജിയിൽ വരുന്നു, അതുപോലെ വൈറോളജി, മൈക്കോബയോളജി, ഇതെല്ലാം പ്രീവിയസ് ഇയേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ടോപ്പിക്സ് തന്നെയാണ്. അതിൽ തന്നെ ബാക്ടീരിയയുടെ സ്ട്രക്ചർ നമുക്കറിയാം, സ്ട്രക്ചർ എക്സ്റ്റേണൽ ടു ദ സെൽ വാൾ ഉണ്ട്, അതേപോലെ തന്നെ ഇന്റേണൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതെല്ലാം ഒന്ന് നോക്കണം. ദെൻ പിലി ആൻഡ് ഫിംബ്രിയയുടെ ഫങ്ഷൻസ് ആണ് മെയിൻ ആയിട്ടും ചോദിക്കുന്നത്, അതായത് ഇവരുടെ റീകോമ്പിനേഷന്റെ സമയത്ത് അത് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ബയോഫിലിംസ് ഉണ്ട്, വൈറൽ ജീനോം ടൈപ്സ് അത് ഇമ്പോർട്ടന്റ് ആണ്. വൈറൽ ജീനോം ടൈപ്സ് പല രീതിയിലുണ്ട്. ദെൻ റിട്രോ വൈറസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് റിട്രോ വൈറസിന്റെ പ്രത്യേകതകൾ. അതുപോലെ തന്നെ പ്ലാന്റ് പാത്തോജൻസ് വരുന്നുണ്ട്, ലൈക്കൺസ്, മൈക്കോറൈസ, ബയോകൺട്രോൾ ആൻഡ് ഏജൻസ്. ഓക്കെ, അപ്പൊ മക്കളെ ശ്രദ്ധിക്കുക, ഈ ഒരു ടോപ്പിക്സ് ഇതൊന്നും നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കരുത്, വിട്ട് കളഞ്ഞാല് നമുക്ക് മാർക്ക് ഒത്തിരി പോകും. കാരണം പറഞ്ഞു ഒത്തിരി മാർക്സ് നമുക്ക് ഇതിൽ നിന്നും സ്കോർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെയും കുറച്ച് ടോപ്പിക്സ്, മൊത്തത്തിൽ നിങ്ങൾ ഒരു കാരണവശാലും വിട്ട് കളയാത്ത ഏരിയാസ് ആണ് ഇതൊക്കെ. കളയണ്ടാത്ത ഏരിയാസ്, അതായത് DNA റിപ്ലിക്കേഷൻ 100 out of 100% എക്സാമിന് വരുന്ന ഒരു ടോപ്പിക് ആണ്. അപ്പൊ യു ഷുഡ് സ്റ്റഡി. ഓക്കെ, സെൽ സൈക്കിൾ, ദെൻ RNA, പ്ലാന്റ് ഹോർമോൺസ്, ഫോട്ടോസിന്തസിസ് ആൻഡ് ഫോട്ടോ റെസ്പിറേഷൻ, APG ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് ഫാമിലീസ്, ബാക്ടീരിയൽ സ്ട്രക്ചർ, വൈറസ്, ഫംഗൽ ക്ലാസിഫിക്കേഷൻ, ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ, ആൽഗെ, ബ്രയോഫൈറ്റ്, അതുപോലെ തന്നെ ടെറിഡോഫൈറ്റ്, ഇവരുടെയൊക്കെ എന്താണ് ലൈഫ് സൈക്കിൾ. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഈ ടോപ്പിക്സ് വിട്ടുകളയാൻ പാടില്ല. അപ്പൊ ഇതേ രീതിയിലുള്ള പ്രയോറിറ്റി ബേസ്ഡ് ടീച്ചിങ് ആണ് നമ്മൾ CC കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ഏറ്റവും ഇമ്പോർട്ടന്റ് ഭാഗം നമ്മൾ പറഞ്ഞു ജെനറ്റിക്സ് തന്നെയാണെന്ന്. അപ്പൊ ജെനറ്റിക്സിലെ ഒരു 2 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ എൻസൈം വിച്ച് റെസ്പോൺസിബിൾ ഫോർ അൺവൈൻഡിങ് ദ DNA ഹെലിക്സ് ഡ്യൂറിങ് റിപ്ലിക്കേഷൻ. അതായത് റിപ്ലിക്കേഷന്റെ സമയത്ത് DNA അൺവൈൻഡ് ചെയ്യാൻ, അതായത് സെപ്പറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം താഴെ കൊടുത്തതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ A പറയുന്നു DNA പോളിമറൈസ്, ഓപ്ഷൻ B പറയുന്നു ഹെലിക്കേസ്, ഓപ്ഷൻ C പറയുന്നു ലിഗേസ്, ആൻഡ് ഓപ്ഷൻ D എന്താ പറയുന്നത്, ടോപ്പോ ഐസോമറേസ്. ആക്ച്വലി ഇതിൽ ആൻസർ വരുന്നത് എന്താണ്, ഹെലിക്കേസ് ആണ്. നമുക്കറിയാം DNA റിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ DNAയുടെ കോപ്പി ഉണ്ടാക്കിയെടുക്കുകയാണ് ആ പ്രോസസ്സ്, ശരിയാണല്ലോ. അങ്ങനെ കോപ്പി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ആദ്യം ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ അതായത് അൺവൈൻഡ് ചെയ്യണം. അങ്ങനെ അൺവൈൻഡ് ചെയ്യണമെങ്കിൽ വേണ്ട ഒരു എൻസൈം ആണ് ആക്ച്വലി മക്കളെ ഏത്, ഹെലിക്കേസ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ് ഹെലിക്കേസ്. അപ്പൊ DNA പോളിമറൈസ്, DNA റിപ്ലിക്കേഷൻ ആവശ്യമുണ്ട്, അതേപോലെ തന്നെ ലിഗേസ് ആവശ്യമുണ്ട്, ടോപ്പോ ഐസോമറൈസ് നമുക്ക് ആവശ്യമുണ്ട്. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് എൻസൈംസ്, മക്കൾ ശ്രദ്ധിക്കുക. ഹെലിക്കേസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, അൺവൈൻഡ് DNA സ്ട്രാൻഡ്. ഓക്കെ, then ടോപ്പോ ഐസോമറൈസിന്റെ പ്രത്യേകത റിലീസ് ടോർഷണൽ സ്ട്രെസ്, അതായത് സൂപ്പർ കോയിലിംഗ് ഒക്കെ തടയാനായിട്ടാണ് ആക്ച്വലി ഇത് മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത്. ദെൻ പ്രൈമേഴ്സിന്റെ ജോലി എന്ന് പറഞ്ഞാൽ RNA പ്രൈമറുകൾ ഉണ്ടാക്കുക, RNA പ്രൈമേഴ്സ്, അതായത് ഷോർട്ട് RNA ന്യൂക്ലിയോടൈഡ്സ് ആണ് ആക്ച്വലി ഇവര്. ദെൻ DNA പോളിമറൈസ് സിന്തസൈസ് ന്യൂ DNA സ്ട്രാൻഡ്, ഇമ്പോർട്ടന്റ് ആണ്. ന്യൂ DNA സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എൻസൈം ആണ് DNA പോളിമറൈസ്. ദെൻ DNA ലിഗേസ്, മോളിക്കുലർ സിസേഴ്സ് അല്ലെ, ഇത് പശ എന്ന് നമ്മൾ പറയും. ദെൻ ജോയിന്റ്സ്, ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ്. ദെൻ ടീലോമറൈസ്, നമുക്കറിയാം ടീലോമിയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും അറ്റത്തെയാണ് ക്രോമോസോമിന്റെ പോർഷൻ ആണ്. ഇതിന്റെ ജോലി എന്താ, എക്സ്റ്റെൻഡ് ടീലോമിയേഴ്സ് ഇൻ യൂക്കാരിയോട്ടിക് ക്രോമോസോം. ഓക്കെ, അപ്പൊ ഇത്രയും എൻസൈമുകള് DNA റിപ്ലിക്കേഷൻ ആവശ്യമുണ്ട്. ഇതൊരു ജസ്റ്റ് ഒരു കോഡ് വെച്ച് നമുക്ക് പഠിക്കാം. ഹെലിക്കേസ്, അപ്പൊ നമ്മൾ ഓർക്കുക ഹെലികോപ്റ്റർ. ഓക്കെ, ഹെലികോപ്റ്റർ ടോപ്പിലൂടെ പോയപ്പോൾ പ്രൈം മിനിസ്റ്റർ ആരോട് പറഞ്ഞു, പോളിയോട് പറഞ്ഞു. എന്ത് പറഞ്ഞു, ഒത്തിരി പൊക്കത്തിലൂടെയാ പോകുന്നത്, താഴേക്ക് ഇറങ്ങി പൊക്കോളൂ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, പൊക്കത്തിലൂടെ പോയി കഴിഞ്ഞാൽ ലിഗമെന്റ് ബ്രേക്ക് ആവും, പൊട്ടിപ്പോവും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ താഴത്തെ ഈ ഒരു ടീലോമറൈസ് ഇല്ല, ബാക്കിയെല്ലാം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാനായിട്ട്. അപ്പൊ ഹെലിക്കേസ് എന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്റർ, ഹെലികോപ്റ്റർ ടോപ്പിലൂടെ പോയപ്പോൾ ടോപ്പോ ഐസോമറൈസ്. ദെൻ പ്രൈം മിനിസ്റ്റർ ആരോട് പറഞ്ഞു, പോളി അല്ലെ, DNA പോളിമറൈസ്. എന്താ പറഞ്ഞത്, ഒത്തിരി മുകളിലേക്ക് പോയാൽ നമ്മൾ വീണ് കഴിഞ്ഞാൽ ലിഗമെന്റ് പൊട്ടിപ്പോകും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയും എൻസൈമുകൾ എന്തിനാവശ്യമുണ്ട്, DNA റിപ്ലിക്കേഷന് ആവശ്യമുണ്ട്. ഓക്കെ,
ഓക്കെ, ഇനി ആക്ച്വലി എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം റിപ്ലിക്കേഷൻ എന്താണെന്ന്. ആക്ച്വലി ഓൾറെഡി നമ്മൾ പറഞ്ഞു, റിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് സിന്തസൈസിങ് ആൻ ഐഡന്റിക്കൽ കോപ്പി ഓഫ് DNA. അതായത് DNA-യുടെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നമ്മൾ വീണ്ടും ഉണ്ടാക്കിയെടുക്കുന്നതാണ് ആക്ച്വലി എന്താ റിപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ആക്ച്വലി ഇത് സെൽ ഡിവിഷന്റെ എസ് ഫേസിലാണ് ഇത് നടക്കുന്നത്. ദാറ്റ് എൻഷുവേഴ്സ് ദ ട്രാൻസ്മിഷൻ ഓഫ് ജനറ്റിക് ഇൻഫോർമേഷൻ. ഓക്കെ, ഇനി നമുക്കറിയാം ഇതിന് എന്തെല്ലാം കോമ്പോണൻസ് വേണം. ഒരു DNA റിപ്ലിക്കേഷന് എന്തെല്ലാം കോമ്പോണൻസ് വേണമെന്ന്? DNA ടെംപ്ലേറ്റ് വേണം. ഓക്കെ, ഒരു പേരന്റൽ ടെംപ്ലേറ്റ് വേണം. ദെൻ DNA പോളിമറൈസ് എൻസൈം വേണം. ഓൾറെഡി നമ്മൾ പറഞ്ഞു. RNA പ്രൈമർ വേണം. പ്രൈമേസ് ഉണ്ടാക്കുന്ന RNA പ്രൈമർ വേണം. ഹെലിക്കേസിന്റെ കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞു. എൻസൈം, ദെൻ RNA, ദെൻ പ്രൈമേസ്, ലിഗേസ്, ടോപ്പോ ഐസോമറൈസ്, ദെൻ DNTPs. ഇതാണ് ആക്ച്വലി ആഡ് ചെയ്ത് വരുന്നത്. DATP, DGTP, CTP, DTTP. ഓക്കെ, അപ്പൊ ഇതെല്ലാമാണ് ഒരു DNA റിപ്ലിക്കേഷന് വേണ്ട ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാല്. ഓക്കെ, നമുക്കറിയാം ഒരു DNA ആദ്യമേ തന്നെ എന്താവണം? അൺവൈൻഡ് ചെയ്യണം, വേണ്ടേ? അപ്പോൾ അൺവൈൻഡ് ചെയ്യണം, അതായത് റിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ആ റിപ്ലിക്കേഷൻ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമുക്കറിയാം ഇതൊരു DNA സ്ട്രാൻഡ് ആണ്. അതിന്റെ എല്ലാ ഭാഗത്തു നിന്നും എന്ത് ചെയ്യത്തില്ല? റിപ്ലിക്കേഷൻ വരത്തില്ല, അല്ലെ? ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രമേ അത് എന്ത് ചെയ്യത്തുള്ളൂ? സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, അങ്ങനെ റിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന, ബിഗിൻ ചെയ്യുന്ന ആ സൈറ്റിന് ഒരു പേരുണ്ട്, ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ എന്ന് പറയും. എന്താ മക്കളെ പറയുക? ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒറി എന്ന് പറയും. അപ്പൊ എന്താണ് ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാല്? എന്താണ് ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ? ഇറ്റ് ഈസ് ബിഗിൻസ് അറ്റ് എ സ്പെസിഫിക് സൈറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ. ഇനി പ്രൊക്കാരിയോട്ടിന്റെ കേസിലാണെങ്കിൽ ഒരു ഒറിജിൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ, സിംഗിൾ ഒറിജിൻ ആയിരിക്കും. യുക്കാരിയോട്സിന്റെ കേസിലാണെങ്കിൽ മൾട്ടിപ്പിൾ ഒറിജിൻ ഉണ്ടാകും. ക്ലിയർ? അപ്പോ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എവിടെയാണോ റിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സൈറ്റിന് പറയുന്ന പേരാണ് ആക്ച്വലി എന്ത്? റിപ്ലിക്കേഷൻ സൈറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി DNA-ക്ക് 3 സ്റ്റെപ്സ് ആണ് ആക്ച്വലി ഉള്ളത്. 1 ഇനിസിയേഷൻ, 2 ഇലോങ്ങേഷൻ, 3 ടെർമിനേഷൻ. അങ്ങനെ 3 സ്റ്റെപ്സിലൂടെയാണ് DNA റിപ്ലിക്കേഷൻ കടന്നു പോകുന്നത്. അതായത് ഇനിസിയേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പർട്ടിക്കുലർ സൈറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റിപ്ലിക്കേഷൻ ബിഗിൻസ് അറ്റ് സ്പെസിഫിക് DNA സീക്വൻസ്, ദാറ്റ് ഈസ് കോൾഡ് ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ. ഓൾറെഡി നമ്മൾ അത് പറഞ്ഞു. ഇനിയോ ദ ഇനിഷ്യേറ്റർ പ്രോട്ടീൻ ദാറ്റ് റെക്കഗ്നൈസ് ആൻഡ് ബൈൻഡ് ടു ദ ഒറിജിൻ. അതൊരു ഇനിഷ്യേറ്റർ പ്രോട്ടീൻ ഈ പറയുന്ന DNA സ്ട്രാൻഡിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു, ബൈൻഡ് ചെയ്യുന്നു. ദെൻ റിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു മെസ്സേജ് കൊടുക്കുവാണ്. ദെൻ അപ്പോൾ അതിന്റെ ഫലമായിട്ട് DNA helicase unwind the double helix creating a replication fork. അതായത് വേറൊന്നുമില്ല, ഒരു ബാഗ് നമ്മൾ ക്ലോസ് ചെയ്ത ഒരു ബാഗ്, സിബ് കൊണ്ട് അടച്ച ഒരു ബാഗ് നമ്മുടെ മനസ്സിൽ വിചാരിക്കുക. അതിന്റെ സിബാണ് അതിന്റെ ഹെലിക്കേസ് എന്ന് വിചാരിച്ചാൽ അത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? 2 സ്ട്രാൻഡ് ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരും, അല്ലെ? അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഫീല്, ഈ ഒരു ഇതേപോലെ ഇങ്ങനെ നമുക്ക് 2 ലെയർ ആയിട്ടുള്ളത്, അതായത് DNA സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ നമുക്ക് ആക്ച്വലി കിട്ടും. ഒരു പകുതി പോർഷൻ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ. ക്ലിയർ ആയല്ലോ? നമുക്കറിയാം DNAക്ക് 2 സ്ട്രാൻഡ്, അല്ലെ? ഇത് 3' എൻഡ് ആണ്, ഇത് 5' എൻഡ്, 3' ഇതെന്താണ്? 5' എൻഡ് ആണ് ആക്ച്വലി വരുന്നത്, അല്ലെ? അപ്പോൾ നമുക്കൊരു റിപ്ലിക്കേഷൻ ഫോർക്ക് അവിടെ ഫോം ചെയ്യും. എന്ത് വരും? റിപ്ലിക്കേഷൻ ഫോർക്ക്. അപ്പൊ ഇത്രേ പറഞ്ഞുള്ളൂ. ഹെലിക്കേസിന്റെ ജോലി എന്ന് പറഞ്ഞാൽ DNA-യെ എന്ത് ചെയ്യുക? അൺവൈൻഡ് ചെയ്യുക. അൺവൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സ്ട്രക്ചർ ആയിട്ട് നമുക്ക് കിട്ടും. എന്താണ് അതിന് പറയുന്ന പേര്? റിപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തത് ഇങ്ങനെ ഈ ഹെലിക്കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് അൺവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എങ്ങനെ ഇത് അൺവൈൻഡ് ചെയ്യുന്നത്? ഈ പറയുന്ന ബോണ്ട്, ഏത് ബോണ്ടോ? ഹൈഡ്രജൻ ബോണ്ട് ബിറ്റ്വീൻ ബേസസ്. നൈട്രജൻ ബേസിന് ഇടയിലുള്ള ബോണ്ടുകൾ ബ്രേക്ക് ചെയ്താണ് ഇത് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? സ്പ്ലിറ്റ് ചെയ്യുന്നത്. ദെൻ ക്രിയേറ്റ് റിപ്ലിക്കേഷൻ ഫോർക്ക്. ഓൾറെഡി നമ്മൾ അത് ക്ലിയർ ചെയ്തതാണ്. ഓക്കെ, ഇനി എന്താണ് ടോപ്പോ ഐസോമറൈസ്? അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു DNA ഇങ്ങനെ സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ, അല്ലെ, അത് കോയിൽ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ അത് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻസൈമാണ് ടോപ്പോ ഐസോമറൈസ്. ഇറ്റ് റിലീവ്സ് ദ സൂപ്പർ കോയിലിംഗ് അഹെഡ് ഓഫ് റിപ്ലിക്കേഷൻ fork that prevent DNA tangling.
അപ്പൊ ടോപ്പോ ഐസോമറൈസിന്റെ ജോലി എന്താണ്? സൂപ്പർ കോയിലിംഗ് പ്രിവെന്റ് ചെയ്യുക. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് DNA പോളിമറൈസ്. DNA പോളിമറൈസ് ആണ് ഈ സെപ്പറേറ്റ് ചെയ്ത ഓരോ സ്ട്രാൻഡിലേക്കും ഓരോ ന്യൂക്ലിയോടൈഡ് കൊണ്ട് ആഡ് ചെയ്യുന്നത്, സിന്തസൈസ് ചെയ്യുന്നത്, പുതിയ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇറ്റ് കാറ്റലൈസ് DNA സിന്തസിസ്, ദെൻ ഇറ്റ് ആഡ് ന്യൂക്ലിയോടൈഡ്സ് ടു ഗ്രോവിംഗ് സ്ട്രാൻഡ്. അതായത് ഇതിപ്പോ ഒരു 3' 5' ഡയറക്ഷൻ ആണെങ്കിൽ ഈ DNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം 5' to 3' ഡയറക്ഷനിലായിരിക്കും എന്ത് ആഡ് ചെയ്യുന്നത്? ന്യൂക്ലിയോടൈഡിനെ കൊണ്ടുവരുന്നത്, DNA സിന്തസൈസ് ചെയ്യുന്നത്. ഓർത്തിരിക്കുക, എപ്പോഴും ഏത് ഡയറക്ഷൻ ആയിരിക്കും? 5' to 3' ഡയറക്ഷൻ. ക്ലിയർ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു DNA പോളിമറൈസ് ആണ് പുതിയ ന്യൂക്ലിയോടൈഡിനെ എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഈ DNA പോളിമറൈസിന് അതായത് ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്യണമെങ്കിൽ വേറൊരാളുടെ ഹെൽപ്പ് കൂടി വേണം. അതാണ് പ്രൈമർ സിന്തസിസ് എന്ന് പറയും. DNA primers that DNA polymerase that cannot initiate synthesis. DNA polymerase നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്ത് സിന്തസിസിനെ ഹെൽപ്പ് ചെയ്യുന്നു, സിന്തസിസ് നടത്തുന്നു. പക്ഷേ ഇത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആര് വേണം എന്നറിയാമോ? പ്രൈമേഴ്സ് വേണം. ഈ പ്രൈമേഴ്സ് ആരുണ്ടാക്കുന്നു? പ്രൈമർ DNA പ്രൈമർ വേണം. അത് പ്രൈമേസ് എന്ന് പറയുന്ന എൻസൈം ആണ് ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം. DNA പോളിമറൈസ് ദാറ്റ് കനോട്ട് ഇനിഷ്യേറ്റ്, സ്റ്റാർട്ട് ചെയ്യാൻ ഒരു കാരണവശാലും DNA പോളിമറൈസിന് പറ്റത്തില്ല. ആര് വേണം? പ്രൈമറുകൾ വേണം. ആരെ കൊണ്ടുവരുന്ന? പ്രൈമേസ് എന്ന് പറയുന്ന എൻസൈം. അപ്പൊ പ്രൈമേസ് സിന്തസൈസ് ഷോർട്ട് RNA പ്രൈമർ, അതായത് ടെംപ്ലേറ്റ് സ്ട്രാൻഡില് RNA പ്രൈമറുകളെ ഇത് ഉണ്ടാക്കും, പ്രൈമേസ് എന്ന് പറയുന്ന എൻസൈം. ദാറ്റ് പ്രൊവൈഡ്, അതിന്റെ ജോലി എന്താ? ഫ്രീ 3' ഗ്രൂപ്പ്. അതായത് ഒരു OH 3' ഉണ്ടെങ്കിൽ മാത്രമേ DNA പോളിമറൈസിന് അവിടെ വന്ന് അറ്റാച്ച് ചെയ്തിട്ട് സിന്തസിസ് നടത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇനിസിയേഷൻ നടക്കണമെങ്കിൽ ആര് തന്നെ വേണം? RNA പ്രൈമറുകളെ കൊണ്ടുവരണം. ആര് RNA പ്രൈമറുകളെ കൊണ്ടുവരും? പ്രൈമേസ് എന്ന് പറയുന്ന എൻസൈം. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു DNA അതെന്തായി മാറി? ഒരു റിപ്ലിക്കേഷൻ ഫോർക്ക്, അതായത് ഹെലിക്കേസ് ഉപയോഗിച്ച് അത് അൺവൈൻഡ് ചെയ്ത് ഒരു സ്ട്രക്ചർ, ഈ ഒരു സ്ട്രക്ചർ ഫോം ചെയ്തു. ദെൻ ഇതൊരു 3' 5' ഡയറക്ഷൻ ആണ്. DNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം ന്യൂക്ലിയോടൈഡ് കൊണ്ടുവന്ന് DNA സിന്തസൈസ് ചെയ്യണമെങ്കിൽ പ്രൈമറുകൾ ഇവിടെ ഉണ്ടാകണം. പ്രൈമേഴ്സ്, RNA പ്രൈമർ. ഈ RNA പ്രൈമറിലെ OHുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് DNA പിന്നെ എന്ത് ചെയ്യുന്നത്? സിന്തസൈസ് ചെയ്ത് വരുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ സിന്തസൈസ് ചെയ്ത് എന്തുണ്ടായി? 5' 3' ഒരു ലെയർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു സൈഡ് മാത്രം. ദെൻ നെക്സ്റ്റ് സൈഡിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആ ഒരു സൈഡിന് പറയുന്ന പേരാണ് ലീഡിങ് സ്ട്രാൻഡ് എന്ന് പറയും. അപ്പൊ നമ്മൾ ആദ്യമേ വരച്ച പോലെ തന്നെ വീണ്ടും ഞാൻ വരയ്ക്കുവാണ്. വീണ്ടും ലീഡിങ് സ്ട്രാൻഡ്. ഓക്കെ, ദെൻ അതായത് കണ്ടിന്യൂസ് ആയിട്ട് പുതിയ ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്ത് ഒരു സ്ട്രാൻഡ് ഉണ്ടായി വരികയാണ്. അപ്പൊ ലീഡിങ് സ്ട്രാൻഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിന്തസൈസ്ഡ് കണ്ടിന്യൂസ്ലി, ദെൻ സെയിം ഡയറക്ഷൻ ആസ് റിപ്ലിക്കേഷൻ ഫോർ മൂവ്മെന്റ്. അല്ലെ, റിപ്ലിക്കേഷന്റെ ആ മൂവ്മെന്റ് ആ സെയിം ഡയറക്ഷൻ തന്നെയായിരിക്കും. റിക്വയർസ് ഓൺലി വൺ പ്രൈമർ. ഇത് ഇവിടുത്തെ കേസിന്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഒരു പ്രൈമറിനെ ഈ ഒരു അറ്റത്തുണ്ടെങ്കിൽ മതി, ബാക്കിയെല്ലാം എന്ത് ചെയ്തോളും? ഇങ്ങനെ ഓർഡർ അനുസരിച്ച് ഇങ്ങനെ ഓരോ ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്ത് പൊക്കോളും. ഓക്കെ, അപ്പൊ ഹിയർ ദേ നീഡ് ഓൺലി വൺ പ്രൈമർ ഈ ഒരു സ്ട്രാൻഡിൽ. ഓക്കെ, അതായത് ഇതിനെ നമ്മൾ എന്ത് പറയും? ലീഡിങ് സ്ട്രാൻഡ് എന്നാ പറയുക. ദെൻ ഓപ്പോസിറ്റ് ഉണ്ട് ലാഗിങ് സ്ട്രാൻഡ് എന്ന് പറയും. ഇവിടെ നമുക്കറിയാം DNA പോളിമറൈസ് എപ്പോഴും ഏത് ഡയറക്ഷനിലാണ് വരത്തുള്ളൂ? 5' 3' ഡയറക്ഷനിൽ മാത്രമേ സിന്തസിസ് നടക്കത്തുള്ളൂ. അല്ലെ, അപ്പോ ഇതൊരു 3' ആണ്, ഇതൊരു 5'. ഓക്കെ, അപ്പൊ ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞു 5' 3' ഡയറക്ഷനിൽ നടന്നു. ഇനി ഇവിടെ എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും വരുന്നത്. അല്ലെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇതായിരിക്കും 5' ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക ഇവിടെ. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത ചെറിയ ഫ്രാക്ഷൻ ആയിട്ടായിരിക്കും എന്ത് വരുന്നത്? സിന്തസിസ് നടക്കുന്നത്. അതായത് ഓരോ സെഗ്മെന്റ് കഴിയുമ്പോഴും വീണ്ടും അടുത്ത പ്രൈമറുകൾ വേണം. അപ്പൊ ഈ കേസിൽ ലീഡിങ് ഫേസിൽ ലീഡിങ് സ്ട്രാൻഡില് ഒരു പ്രൈമർ മതി എങ്കിൽ ഇവിടെ ഒന്നിലധികം പ്രൈമറുകൾ വേണം. അപ്പോൾ വിട്ട
വിട്ടുള്ള ഒരു സെക്ഷൻ ആയിട്ട് നമുക്ക് കിട്ടുന്ന ആ സ്ട്രാൻഡ് ആക്ച്വലി. അപ്പോൾ ലാഗിങ് സ്ട്രാൻഡിന്റെ പ്രത്യേകത ഇറ്റ് സിന്തസൈസ്ഡ് ഡിസ്കണ്ടിന്യൂസ്ലി. ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. ഡിസ്കണ്ടിന്യൂസ്ലി ദാറ്റ് ഫോം. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ആ ചെറിയ കമ്പാർട്ട്മെന്റിന് ഐ മീൻ ചെറിയ ഫ്രാഗ്മെന്റിന് പറയുന്ന പേരാണ് ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ്. ഇതും പ്രീവിയസ് ആണ്. ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ്. അപ്പോ ഇവിടുത്തെ ഈ ലാഗിങ് സ്ട്രാൻഡിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് റിക്വയർസ് മൾട്ടിപ്പിൾ പ്രൈമേഴ്സ് ആവശ്യമാണ് ഇവിടെ. ഓക്കെ അപ്പൊ എന്താണ് ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ്? ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഷോർട്ട് DNA ഫ്രാഗ്മെന്റ്സ് ആണ് എവിടെ ലാഗിങ് സ്ട്രാൻഡിൽ കാണുന്നത്. ഇനി ഇവരെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ അപ്പൊ നമുക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോപ്പിയൊക്കെ കിട്ടേണ്ടത് അല്ലെ. ഈ ചെറിയ ഫ്രാഗ്മെന്റിനെ ഐ മീൻ ഈ സെപ്പറേറ്റ് ചെയ്ത ഫ്രാഗ്മെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യിപ്പിക്കണം. അങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന എൻസൈം ആണ് ആക്ച്വലി എന്ത്? DNA ലിഗേസ് എന്ന് പറയും. DNA ലിഗേസ്. ഇറ്റ് ജോയിൻസ് ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ്. ഈ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഫ്രാഗ്മെന്റ്സിനെ എന്ത് ചെയ്യും? DNA ലിഗേസ് ജോയിൻ ചെയ്യിപ്പിക്കും. അപ്പോ എങ്ങനെ? ഫോംസ് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്. ദെൻ അപ്പോ അതിന്റെ ഫലമായിട്ട് എന്ത് കിട്ടും മക്കളെ? കണ്ടിന്യൂസ് DNA സ്ട്രാൻഡ് കിട്ടും. ഇനി നമ്മൾ ആഡ് ചെയ്ത പ്രൈമറുകൾ ഉണ്ടല്ലോ, പിന്നെ നമുക്ക് വേണ്ട. അതിനെ നമ്മൾ എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. ആര് റിമൂവ് ചെയ്യും? DNA പോളിമറേസ്. പ്രോകാരിയോട്ടിലാണെങ്കിൽ പോളിമറേസ് DNA പോളിമറേസ് 1 ആണ് അത് റിമൂവ് ചെയ്യുന്നത്. Then a gap filled with the DNA nucleotide. അപ്പൊ നമുക്ക് ഫുള്ളി മെയ്ഡായ ഒരു DNA നമുക്ക് കിട്ടി. ദെൻ പ്രൂഫ് റീഡ് ചെയ്യണം. ഇതേപോലെ തന്നെ പ്രൂഫ് റീഡിങ് DNA പോളിമറൈസ് ദാറ്റ് പോസസ് 3-5' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി. DNA പോളിമറൈസിന് എന്തുണ്ട്? എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി ഉള്ളത് കൊണ്ട് മിസ്മാച്ച് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡിനെ എല്ലാം എന്ത് ചെയ്യും? കറക്റ്റ് ചെയ്യും. ക്ലിയർ? ഓക്കെ. ദെൻ എൻഹാൻസ് റിപ്ലിക്കേഷൻ ഫിഡിലിറ്റി. ഓക്കെ. ഇനി ലാസ്റ്റ് അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ഇനിസിയേഷൻ ഉണ്ട്, ഇലോങ്ങേഷൻ ഉണ്ട്, ലാസ്റ്റ് എന്തുണ്ട്? ടെർമിനേഷൻ ഉണ്ട്. DNA റിപ്ലിക്കേഷനിൽ ലാസ്റ്റ് സ്റ്റെപ്പാണ് ആക്ച്വലി എന്ത്? ടെർമിനേഷൻ. DNA സിന്തസിസ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഡോട്ടർ DNA മോളിക്യൂൾസ് സെപ്പറേറ്റ് ചെയ്യുന്ന, സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട്. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ. ഇനി ലാസ്റ്റ് ഒരു എൻസൈം കൂടി ഇതിന് ആവശ്യമുണ്ട്. ടീലോമിയേഴ്സ് ആൻഡ് ടീലോമെറൈസ് എന്ന് പറയുന്ന എൻസൈം. നമുക്കറിയാം ടീലോമിയർ എന്ന് പറഞ്ഞാൽ ക്രോമസോമിന്റെ അറ്റത്തുള്ള പോർഷൻ ആണ് അല്ലെ, ടീലോമിയർ. അപ്പോ ഇത് ഒരു റിപ്ലിക്കേഷന്റെ സമയത്ത് യൂക്കാരിയോട്സിലൊക്കെ ആണെങ്കിൽ പ്രധാനമായി ഒരു എൻഡ് റിപ്ലിക്കേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം ഉണ്ട്. അതായത് ഷോർട്ടൻ ചെയ്യാണ് ടീലോമിയറുകൾ. അങ്ങനെ ഷോർട്ടൻ ചെയ്യാതെ ലെങ്ത് കൂട്ടുന്ന ആളാണ് ആര്? ഈ ടീലോമെറൈസ് എന്ന് പറയുന്ന എൻസൈം. ഇതും PYQ ആണ് മക്കളെ. അപ്പൊ ടീലോമെറൈസ് ദാറ്റ് എക്സ്റ്റെൻഡ് ടീലോമിയേഴ്സ്. ഓക്കെ. അപ്പോൾ DNA റിപ്ലിക്കേഷന് നമുക്കറിയാം എൻസൈമുകൾ ഹെലിക്കേസ് മുതൽ ടീലോമറൈസ് വരെ നമ്മൾ ഏകദേശം നോക്കി. ഇതാണ് ഒരു ഓവറോൾ ആയിട്ടുള്ള ഈ ഒരു DNA റിപ്ലിക്കേഷന്റെ പിക്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ. അപ്പോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെലക്ട് ദ കറക്റ്റ് ക്രോമോസോമൽ ഡിസോർഡർ. ഇതും ജനറ്റിക്സുമായി ബന്ധപ്പെട്ട് ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഒരു കാരണവശാലും ഈ ഏരിയ കവർ ചെയ്യാതെ പോകരുത്. ഓക്കെ. സെലക്ട് ദ കറക്റ്റ് ക്രോമോസോമൽ ഡിസോർഡർ. ക്രോമോസോമൽ അബറേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും വളരെ കുറച്ച് ക്രോമോസോമൽ അബറേഷനെ നമുക്ക് സെറ്റ് ബോട്ടണിയിൽ പഠിക്കാനുള്ളൂ. പക്ഷെ അത് പഠിച്ചിരിക്കണം. അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യനോടെ നോക്കാം ജനറ്റിക്സുമായി ബന്ധപ്പെട്ട്. ഓക്കെ. അപ്പൊ ഏതാണ് ക്രോമോസോമൽ ഡിസോർഡറിനെ കുറിച്ച് പറയുന്നതിൽ ശരി? നോക്കാം. ഡൗൺ സിൻഡ്രോം ഈസ് കോസ്ഡ് ബൈ ട്രൈസോമി ഇൻ 21. Then B പറയുന്നു ടേർണർ സിൻഡ്രോം ഈസ് എ മെയിൽ വിത്ത് ആൻ എക്സ്ട്രാ X ക്രോമോസോം. ഓപ്ഷൻ C പറയുന്നു ക്ലിൻഫെൽട്ടർ സിൻഡ്രോം അഫക്ട് ഓൺലി ഫീമെയിൽസ്. ഓപ്ഷൻ D പറയുന്നു എഡ്വേർഡ് സിൻഡ്രോം ദാറ്റ് ഹാസ് 4 copies ഓഫ് ക്രോമോസോം ഇൻ 14th പെയർ. ഓക്കെ. അപ്പം ശ്രദ്ധിക്കുക, ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷൻ സംശയമില്ല, ആ ഓപ്ഷൻ A തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഡൗൺ സിൻഡ്രോം ഈസ് കോസ്ഡ് ബൈ ട്രൈസോമി ഇൻ 21. അതായത് നമുക്കറിയാം നമുക്ക് 46 ക്രോമോസോമുകളാണ് ഉള്ളത് അല്ലെ. അതായത് ഓട്ടോസോംസും അതുപോലെ തന്നെ
സെക്സ് ക്രോമോസോം. അപ്പൊ ഇത് ഈ ക്രോമോസോമിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അത് എന്ത് വരും? ജനറ്റിക്കലി ഡിസോർഡർ ആയിട്ട്, ഈ ക്രോമോസോമൽ അബ്രേഷൻ ആയിട്ടാണ് ആക്ച്വലി വരുന്നത്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഓരോ ഡിസീസും നമുക്ക് നോക്കാം. ഒന്നാമത് നമ്മൾ പറഞ്ഞു ഡൗൺ സിൻഡ്രം, ട്രൈസോമി 21. അതായത് 21ാമത്തെ, നമുക്കറിയാം എല്ലാം പെയേഴ്സ് ആയിട്ടാണ് കാണുന്നത് അല്ലെ. അപ്പൊ 21ാമത്തെ ജോഡിയിൽ ഒരു അഡീഷണൽ എക്സ് ക്രോമോസോം കൂടി വരും. അപ്പൊ ടോട്ടൽ എത്രയായി? 47 ക്രോമോസോമായി ടോട്ടൽ പിന്നെ വരുന്നത്. ക്ലിയർ? അപ്പൊ 46 ക്രോമോസോമിന് പകരം അവർക്ക്, അതായത് മെയിലിനും ഫീമെയിലിനും വരാം. അപ്പൊ എത്ര വരും? 47 ക്രോമോസോം വരും. ഓർത്തിരിക്കുക, അതിന് നമ്മൾ പറയും ട്രൈസോമി. 21st ട്രൈസോമി വരുന്നത്. 2 ക്രോമോസോമിന് പകരം 3 ക്രോമോസോം ആയിരിക്കും ആക്ച്വലി അവിടെ വരുന്നത്. അപ്പൊ സ്ഥിരമായിട്ട് വരുന്ന അതിന്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൊട്രൂഡിങ് ടങ് ആണ്. ടങ്ങിന്റെ പ്രത്യേകത എന്താണ്? ടങ് പ്രൊട്രൂഡിങ് ടങ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ കൺജനീറ്റൽ ഹാർട്ട് ഡിഫക്റ്റ് കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഫ്ലാറ്റ് ഫേഷ്യൽ പ്രൊഫൈൽ ആയിരിക്കും, അതായത് ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ഷേപ്പ്. ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പ്രൊട്രൂഡിങ് ടങ് തന്നെയാണ്. അതൊന്നും ഓർത്തിരിക്കുക. അപ്പൊ എന്താ ഇവിടുത്തെ പ്രത്യേകത? ട്രൈസോമി 21 ട്രൈസോമി ആണ് ഡൗൺ സിൻഡ്രോം. നമ്മൾ പറയുമ്പോൾ ഡൗൺ എന്ന് പറയുമ്പോൾ കുറവ്, താഴെ എന്നൊക്കെയാണ് അല്ലേ. പക്ഷെ ഇത് ഒരെണ്ണം കൂടുതലാ. ഓക്കെ, അപ്പൊ 46 പകരം 47. ഏതിലാ കൂടുതൽ? 21st പെയർ ഓഫ് ഓട്ടോസോമില്. ഇനി നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു ടർണർ സിൻഡ്രോം. ടർണർ സിൻഡ്രോം അതായത് മെയിൻ ആയിട്ടും വരുന്നത്, ഓർത്തിരിക്കണം, ഫീമെയിൽസിൽ മാത്രം. ഈ പിക്ക് കാണുമ്പോൾ നിങ്ങൾ ഓർക്കണം കേട്ടോ, ഫീമെയിൽസിൽ ആണ് കൂടുതലും വരുന്നത്. ഇവിടുത്തെ പ്രത്യേകത, ഇവിടെ ഒരെണ്ണം കൂടുതലാണെങ്കിൽ ഇവിടെ ഒരു ക്രോമോസോം കുറവാ. എത്ര വരുന്നു? 46 പകരം 45 വരുന്നുള്ളൂ. അതായത് ഒരു എക്സ് ക്രോമോസോം കുറവ്. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ, ഇവരുടെ പ്രത്യേകത, ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവരുടെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വെബ്ഡ് നെക്ക് ആണ്. വെബ്ഡ് നെക്ക് ഇമ്പോർട്ടന്റ്. അപ്പോൾ വെബ്ഡ് നെക്ക് ആണ് ഈ പറയുന്ന ടേണർ സിൻഡ്രോമിന്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ. ഇത് കൂടുതലും എഫക്ട് ചെയ്യുന്നത് ഫീമെയിൽസിനാണ്. ഷോർട്ട് സ്റ്റാച്ചർ ആയിരിക്കും. അതേപോലെ തന്നെ പ്യൂബർട്ടി ഡിലേഡ് ആണ്, ഇൻഫെർട്ടിലിറ്റി. അപ്പൊ ലേഡീസിൽ ഒരു എക്സ് ക്രോമോസോം കുറയുമ്പോൾ അതിൻ്റെതായ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അവിടെ അല്ലെ. ഓക്കെ, അപ്പൊ നോക്കുക, ടർണർ സിൻഡ്രോം എന്ന് പറയുമ്പോൾ മോണോസോമിയാണ്. അതായത് ഒരു ക്രോമോസോമി, സെക്സ് ക്രോമോസോമിൽ ഒരു ക്രോമോസോമേ ഉള്ളൂ. ക്ലിയർ? അപ്പൊ ഇത് ആരെയാണ് എഫക്ട് ചെയ്യുന്നത്? ഫീമെയിൽസ്. ഇനി അടുത്തത് ക്ലിൻഫെൽട്ടർ സിൻഡ്രോം ആണ്. ക്ലിൻഫെൽട്ടർ സിൻഡ്രോമിന്റെ പ്രത്യേകത 47 തന്നെയാണ്. ഇതിന്റെ, അതായത് സെക്സ് ക്രോമോസോമിൽ ഒരു എക്സ് ക്രോമോസോം കൂടുതൽ. നമുക്കറിയാം എക്സ് ക്രോമോസോം കൂടുതലും, എക്സ് ക്രോമോസോം മദറിന്റെ കോൺട്രിബ്യൂഷൻ ആണ് അല്ലെ. അപ്പോ മിസ്റ്റർ ക്ലിൻ പെണ്ണാണെന്ന് ഓർത്താൽ മതി. അതായത് ഒരു ഫീമെയിൽ ടച്ച് അവർക്ക് വരും. ക്ലിയർ? അപ്പോ അതായത് ഒരു എക്സ് ക്രോമോസോം കൂടുതൽ. അപ്പൊ എത്ര വരുന്നുണ്ട്? 47 ക്രോമോസോം. അപ്പൊ ഇവരുടെ പ്രത്യേകത ഇത്. അപ്പോ നമ്മളെ മക്കളെ പറഞ്ഞു, ടർണർ സിൻഡ്രോം ഫീമെയിലാണെങ്കിൽ ക്ലിൻ, മിസ്റ്റർ ക്ലിൻ മെയിലിന്, മിസ്റ്റർ ക്ലിൻ പെണ്ണെന്ന് ഓർത്താൽ മതി. മെയിൽസിന് വരുന്നു, ഫീമെയിൽ ആറ്റിറ്റ്യൂഡ് വരുന്നു. ക്ലിയർ? ഫീമെയിൽ ബോഡി ഫീച്ചേഴ്സ് വരുന്നു. അപ്പൊ ഇറ്റ് എഫക്ട്സ് ഓൺലി മെയിൽസ്. എന്താ പ്രത്യേകത? ഒരു എക്സ് ക്രോമോസോം കൂടുതൽ. ഓർത്തിരിക്കുക, ഐ മീൻ ഒരു സെക്സ് ക്രോമോസോമിൽ എക്സ് ക്രോമോസോം കൂടുതൽ. നോർമൽ കേസിൽ XY വന്നാൽ മതി അല്ലെ. പക്ഷെ ഇവിടെ എത്രയുണ്ട്? XXY വരും. ഓക്കെ, അതാണ് നോർമൽ മെയിലിന്റെ XY ആണ്. ദെൻ ക്ലിൻഫെൽട്ടറിന് എന്തായിരിക്കും? ഒരു അഡീഷണൽ എക്സും കൂടി വന്നു, XXY വരും. ഓക്കെ, അപ്പോ ഇൻഫെർട്ടിലിറ്റി, ഇവിടെയും ഇൻഫെർട്ടിലിറ്റി ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ബ്രസ്റ്റ് ഡെവലപ്മെന്റ്, ലേഡീസിന്റെ പോലെ ബ്രസ്റ്റ് ഡെവലപ്മെന്റ്, അതായത് ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയും. അപ്പോ ക്ലിൻഫെൽട്ടർ സിൻഡ്രോമിന്റെ ഏറ്റവും പ്രധാന സവിശേഷത എന്ന് പറഞ്ഞാൽ ഗൈനക്കോമാസ്റ്റിയ ആണ്. ഓർത്തിരിക്കുക മക്കളെ. പിന്നെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുന്നുണ്ട്, ഡിലേഡ് പ്യൂബർട്ടി ഇവിടെയും വരുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്ത ഒരു സിൻഡ്രോം ആണ് എഡ്വേർഡ് സിൻഡ്രോം. എഡ്വേർഡ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഒരു ട്രൈസോമി ആണ്. നമ്മൾ ആദ്യത്തെ ഒരു ട്രൈസോമി പറഞ്ഞു. ഇവിടെ എന്താണ്? ഇവിടെയും ഒരു ട്രൈസോമി, അതായത് 18th പെയറിലാണ് ട്രൈസോമി വരുന്നത്. ക്ലിയർ? അപ്പോ ഇത് മെയിൽസിനെയും ഫീമെയിൽസിനെയും അഫക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റോക്കർ ബോട്ടം ഫീറ്റ്. റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഈ ഒരു സ്പെഷ്യാലിറ്റി ഏത് സിൻഡ്രോമിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റോക്കർ ബോട്ടം. നമുക്കറിയാം നമ്മുടെ കാലിന്റെ ഒക്കെ സോൾ എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിലേക്ക് ജസ്റ്റ് കുഴിഞ്ഞായിരിക്കുന്നത്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇങ്ങനെ തള്ളി ഒരു നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഫിസ്റ്റൊക്കെ എന്തായിരിക്കും?
അങ്ങനെ കൂട്ടിപ്പിടിച്ച ഒരു അവസ്ഥയിലൊക്കെ ആയിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇമ്മ്യൂണിറ്റി ഒക്കെ ഇവർക്ക് കുറവായിരിക്കും കേട്ടോ. അപ്പൊ എഡ്വേർഡ് സിൻഡ്രോം എന്താണ്? ട്രൈസോമി. എഡ്വേർഡ് 18 വയസ്സുള്ള കുട്ടിയാണ്. ആര്? എഡ്വേർഡ് എന്ന് ഓർക്കുക. 18 വയസ്സുള്ള കുട്ടി എഡ്വേർഡ്. എന്താണ്? ട്രൈസോമി ഇൻ 18th പെയർ. ഓർത്തിരിക്കുക. ക്ലെഞ്ച്ഡ് ഹാൻഡ് ആണ്. ക്ലെഞ്ച്ഡ് ഹാൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെ മുഷ്ടി ഇങ്ങനെ ചുരുട്ടി പിടിച്ച ഒരു അവസ്ഥയായിരിക്കും എപ്പോഴും വരുന്നത്. ക്ലെഞ്ച്ഡ് ഹാൻഡ് വിത്ത് ഓവർലാപ്പിംഗ് ഫിംഗേഴ്സ്. അതായത് ഒരു വിരലിന്റെ മീതെ ഒരു വിരൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെയായിരിക്കും. നോർമൽ കേസിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പിടിക്കുന്നത്. പക്ഷെ ഇവരിങ്ങനെ ഒരു ഫിംഗറിന്റെ മീതെ വേറൊരു ഫിംഗറൊക്കെ ഇരുന്ന് ആ ഒരു രീതിയിലായിരിക്കും വരുന്നത്. ഹാർട്ട് ഡിഫക്റ്റ് കോമൺ ആണ് ഇവരിൽ. പിന്നെ ഇമ്മ്യൂണിറ്റി കുറവാണ്. അതാണ് പെട്ടെന്ന് തന്നെ ഇമ്മ്യൂണിറ്റി കുറവാണ്. മരിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്തെങ്കിലും രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ. അപ്പൊ ഓർത്തിരിക്കുക, ഈ ഒരു ക്രോമോസോമൽ സിൻഡ്രോംസ്, ഐ മീൻ ജനറ്റിക് സിൻഡ്രോംസ് പഠിക്കാതെ നിങ്ങൾ പോകരുത്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കും ഇതിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് തന്നെ ഞാൻ വീണ്ടും പറയുവാണ്, പ്രയോറിറ്റി ബേസ്ഡ് ലേണിംഗ് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ വീണ്ടും പറയുന്നത്. ഓക്കെ, പ്രയോറിറ്റി ബേസ്ഡ് ടീച്ചിങ് ആണ് വേണ്ടതെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പൊ CCയിൽ പ്രയോറിറ്റി ബേസ്ഡ് ടീച്ചിങ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. August 2 എന്താണ് August 2ന്റെ സ്പെഷ്യാലിറ്റി? നമുക്കറിയാം, സെറ്റ് ബോട്ടണിയുടെ, അതായത് സുവോളജിയുടെ സെറ്റ് എക്സാം ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഡേറ്റ് ആണ് ഏത്? August 2. നമ്മുടെ മുൻപിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇനിയുള്ളൂ അല്ലെ. അപ്പൊ ഈ വാസ്റ്റ് സിലബസ് പഠിച്ചു തീർക്കാനുള്ള സമയം നമുക്കില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കണം. അതായത് എങ്ങനെ പഠിക്കണം, എത്രത്തോളം പഠിക്കണം, എന്ത് പഠിക്കണം എന്ന് കൃത്യമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു 30 days ടൈം ടേബിൾ CC നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ സ്ഥിരം പറയുന്ന പോലെ എന്തുണ്ട്? റെക്കോർഡഡ് ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ, പേഴ്സണൽ മെന്റർഷിപ്പ്, ദെൻ റിവിഷൻ എക്സാംസ്, ഇതെല്ലാം CC നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മറക്കണ്ട, ജോയിൻ ചെയ്യാത്തവര് ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനുള്ള നമ്പർ 9746455514. ഓക്കെ, താങ്ക് യു വെരി മച്ച്.